രാജ്യം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുക. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. പ്രമുഖ നേതാവിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF. കഴിഞ്ഞ തവണ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നിലനിന്നതിനാലാണ് മണ്ഡലം നഷ്ടമായത്. ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ 6 മണ്ഡലത്തിലും LDFിനാണ് ഭൂരിപക്ഷമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ. LDF നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ മണ്ഡലത്തിലെ സ്ഥിതിവിശേഷം എടുത്ത് പരിശോധിച്ചാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിൽ 6 അസംബ്ലി മണ്ഡലത്തിലും LDFിന്റെ MLAമാരാണുള്ളത്. കോൺഗ്രസ് നേതാവ് ശശി തരൂർ തന്നെയാകും 4ാമതും UDFിനായി അംഗത്തിന് ഇറങ്ങുക. മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ശശി തരൂർ നടത്തിയിട്ടില്ലെന്ന് മാങ്കോട് രാധാകൃഷ്ണൻ. വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചു. MP എന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്വകാര്യവൽക്കരിച്ചു. MP എന്നുള്ള നിലയിൽ അതിനെതിരായി ഒരു ശബ്ദം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. നേമം റെയിൽവേ ടെർമിനലിൻ്റെ വലിയ വികസന സാധ്യത ഉണ്ടായിരുന്നതാണ്. അതിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ MP എന്നുള്ള നിലയിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ശക്തമായ സ്വാധീനമുണ്ടെന്ന് BJP കരുതുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ദേശീയ നേതാക്കളെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും BJP നടത്തുന്നുണ്ട്. BJPയുടെ നേതാവിനെ പോലെയാണ് ശശി തരൂരെന്ന് മാങ്കോട് രാധാകൃഷ്ണൻ വിമർശിച്ചു. ഒരു തനി RSSകാരൻ്റെ ഭാഷയാണ് ശശി തരൂര് പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. BJP ഗവൺമെന്റ് നയങ്ങളെ, സാമ്പത്തിക നയങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും ജയിച്ചു വരാൻ പാടില്ല എന്ന് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടത്തിനായിരിക്കും തലസ്ഥാന മണ്ഡലം സാക്ഷ്യം വഹിക്കുക. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.